ഇപ്പോൾ മാനസിക അസുഖം, പ്രധാനമായിട്ട് ഡിപ്രഷൻ, വിഷാദം, ഇത് മനുഷ്യൻ്റെ ഏറ്റവും പ്രയാസകരജനകമായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ എൻ്റെ ഇതുവരെയുള്ള ഒരു ഒബ്സർവേഷനിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് എന്നെ, നൂറുകണക്കിന് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ അസുഖം, അല്ലെങ്കിൽ അവർ മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്, പക്ഷേ എൻ്റെ വീഡിയോസ് കേട്ടിട്ട് അവരുടെ അസുഖം ഒരുപാട് കുറഞ്ഞു, എനിക്ക് സമാധാനം ഒരുപാട് കൂടി, എൻ്റെ മെഡിസിൻ ഞാൻ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നൂറുകണക്കിന് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും കോൺടാക്ട് ചെയ്തിട്ടില്ല, എല്ലാവർക്കും മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോ, അതിൻ്റെ കണ്ടൻറ്റ് എന്നതിലുപരിയായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ വ്യക്തികളാണ്, ആ വ്യക്തികളുടെ തീരുമാനമാണ്. അവർ ആ ഒരു പ്രത്യേക കാര്യത്തെ കൈകാര്യം ചെയ്ത രീതിയാണ് അവരുടെ ആ വിജയത്തിന് കാരണം. അപ്പോൾ പ്രധാനമായിട്ടും ഇത് വിജയിച്ചതിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. ഒന്ന്, ഇത് ഒരു അവസ്ഥയാണ്, മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് ആർക്കും സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ 4-ൽ ഒരാൾ ഇത് അനുഭവിക്കുന്നുണ്ട്, കുറഞ്ഞ മൈൽഡായിട്ടുള്ള രീതിയിലെങ്കിലും അനുഭവിക്കുന്നുണ്ട്, അതായത് കുറഞ്ഞ രീതിയിലെങ്കിലും അവരനുഭവിക്കുന്നുണ്ട്. പിന്നെ ലോകത്ത് 2030 മാനസിക പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡിലെ ഏറ്റവും വലിയ ഹെൽത്ത് പ്രോബ്ലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊരു സത്യമാണ്, അതായത് നല്ലൊരു ശതമാനം ഇതനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉൾക്കൊള്ളണം ആദ്യം, അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഇത് എന്തുകൊണ്ട് എന്ന് അവർ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ എന്തിനാണ് ലോകത്ത് വന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് പ്രയാസം, ഞാൻ എവിടേക്കാണ് പോണത് എന്നൊക്കെ പറഞ്ഞു വൈ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ഒരു അടിക്കടി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ചോദ്യം ചെയ്യലവിടെ നിർത്തുക. നമ്മുടെ ഇവിടുത്തെ ഈ ജീവിതത്തിന് നമ്മളൊക്കെ മനസ്സിലാക്കുന്നതിലുപരിയായിട്ട് എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. അത് ഒരു പക്ഷേ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിനൊന്നും മനസ്സിലാക്കുന്നതിൽ എത്ര ഉപരിയാണ്. ഒരു കാലത്ത് മനുഷ്യൻ മനസ്സിലാക്കുമായിരിക്കും, പക്ഷേ ഇപ്പോൾ തൽക്കാലം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഇപ്പം മതപരമായിട്ടും കൾച്ചറലായിട്ടൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതങ്ങ് വിശ്വസിച്ചിട്ട് ഈ വൈ എന്നുള്ള ചോദിക്കുന്നത് അങ്ങ് നിർത്തിയിട്ട് ഹൗ, എങ്ങനെ എനിക്ക് സമാധാനപൂർണ്ണമായി ജീവിക്കാം. അപ്പോൾ എനിക്ക് ഒരു മാനസിക പ്രശ്നമുണ്ട് എന്നുള്ള സത്യം ഉൾക്കൊള്ളണം. അപ്പോൾ ലോകത്ത് എല്ലാ മനുഷ്യന്മാരും എന്തെങ്കിലും ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള സത്യവും ഉൾക്കൊള്ളണം. ആരും ഇവിടെ പരിപൂർണരല്ല, ആരും ഇവിടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരാരുമില്ല. എല്ലാവർക്കും ഒരു പ്രശ്നമല്ലെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്. എൻ്റെ പ്രശ്നം ഇതാണ്, ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് അക്സെപ്റ്റൻസിനെ അംഗീകരിക്കാം. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. അതായത് ഈ അസുഖം വരുന്നതിന് ഒരു പ്രധാന ഘടകം ജനറ്റിക്സാണ്, ജന്മവാസനകൾ, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന 2 സാഹചര്യങ്ങളാണ്. ഇത് രണ്ടും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. ഇത് രണ്ടും നമ്മുടെ കയ്യിലില്ലാത്ത ഈ കാര്യം വെച്ചിട്ടാണ് നമ്മളുടെ ഈ അവസ്ഥ സംജാതമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയുടെ പ്രധാന കാരണം ഈ വ്യക്തികളല്ല. ഏതാണ്ട് 70% അവരല്ല ഇതിൻ്റെ കാരണക്കാരൻ. പിന്നെ ഒരു 30% കൺട്രോൾ അവരുടെ കയ്യിലുണ്ട്. ആ കൺട്രോൾ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത 70 പോലും, അതായത് പാരമ്പര്യം പോലും മാറ്റാം എന്നുള്ളത്, ജനറ്റിക്സ് മാറ്റാം എന്നുള്ളതാണ്, സാഹചര്യം നമുക്ക് മാറ്റാം എന്നുള്ളതാണ്, ഇതുകൊണ്ട് വന്നുള്ള എല്ലാ കേടുപാടുകളും നമുക്ക് മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ മാനസിക പ്രശ്നം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പരിപൂർണമായി അങ്ങ് അസുഖഭേദമായി അവർ ഒരു ഷാരൂഖ് ഖാനായി മാറി എന്നുള്ളതല്ല. ആരാണിതിൽ വിജയിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ അസുഖം പരിപൂർണമായി ഭേദമായി എന്ന് അവകാശപ്പെടുന്നവരല്ല, അതിനെ മാനേജ് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞ മാനസികമായ അസ്വസ്ഥതകൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ പ്രശ്നമായി മാറാത്തവർ ചിന്തിക്കുന്നത് ഹൗ, എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യാം എന്നാണ്. എങ്കിൽ പ്രശ്നമുള്ളവർ ചിന്തിക്കുന്നത് വൈ, എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത് വന്നു അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുൻപ് കാലത്ത് ചെയ്ത പ്രശ്നങ്ങൾ കാരണത്താലാണോ, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ കാരണത്താലാണോ, എൻ്റെ സ്കൂൾ കാരണത്താലാണോ, സാഹചര്യ നിമിത്തമാണോ, അങ്ങനെ എന്തുകൊണ്ടെന്ന് ചിന്തിക്കുമ്പോൾ ഈ പ്രശ്നമില്ലാതെ അനുഭവിക്കുന്ന മനുഷ്യർ അവർ എങ്ങനെ ഇത് പരിഹരിക്കാം അത് അവർ ചിന്തിക്കുന്നില്ല. വൈ എന്നുള്ള അവർ ചിന്തിക്കുന്നില്ല, ഇത് എങ്ങനെ പരിഹരിക്കാം. കാരണം ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള അവസ്ഥ ഉള്ളതാണ്. മനുഷ്യനിലെ മൃഗീയ തൃഷ്ണ ഇന്നൊന്നിലുള്ളതല്ല. ഈ പറഞ്ഞ അസ്വസ്ഥതകളും പ്രയാസങ്ങളും പ്രശ്നം മനുഷ്യകുലമുള്ളത് മുതലുണ്ട്. പിന്നെ ഈ പറഞ്ഞ എല്ലാ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടും മനുഷ്യന് സന്തോഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് നിക്ക് യൂജിനോവിക് അല്ലെങ്കിൽ നിക്ക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കും. 2 കൈയുമില്ല 2 കാലില്ലാത്ത ആൾ സന്തോഷിച്ച് ചിരിച്ചു ഉല്ലസിച്ച് ജീവിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ എല്ലാം ഉണ്ട് എന്നുള്ളതല്ല നമ്മുടെ സന്തോഷത്തിന് നിദാനം, ഉള്ളതിനെ അംഗീകരിക്കുന്നതിലാണ്. അത് നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. നമ്മൾ ഈ പ്രശ്നത്തിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആ പ്രശ്നം വലുതാക്കി അത് അവരുടെ ഡിപ്രഷനിലേക്കൊക്കെ നയിക്കും. അതേസമയം ഈ പ്രശ്നമില്ലാത്ത ആളുകൾ അവർക്ക് എന്തുണ്ട് എന്നുള്ളതിലേക്ക് നോക്കിയിട്ട് എന്തുണ്ട് എന്നുള്ളത് ഫോക്കസ് ചെയ്യുമ്പോൾ ഒരാൾ ഇപ്പോൾ സൗന്ദര്യമില്ലാത്ത ഒരാൾ പോലും സൗന്ദര്യമുണ്ട് എന്ന് ചിന്തിക്കാൻ, അല്ലെ ആളുകൾ സൗന്ദര്യമുണ്ട് എന്ന് പറയാൻ തുടങ്ങുന്ന മുതൽ സൗന്ദര്യം വരെ വരും എന്നുള്ളതാണ് വേറൊരു സത്യം. നമുക്കില്ലാത്ത കാര്യം പോലും നമുക്ക് ഉണ്ട് എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, ഇപ്പോൾ സുന്ദരന്മാരായിട്ട് നമുക്ക് കണക്കാക്കുന്ന ആൾക്കാർ മോഹൻലാലോ നിവിൻ പോളിയോ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, സുരേഷ് ഗോപിയോ മമ്മൂട്ടി ആരും ആയിക്കോട്ടെ, ഇവരൊക്കെ ഏറ്റവും യങ് ആയിട്ട് സിനിമയിലേക്ക് വന്ന സമയത്ത് ഇത്രമാത്രം സൗന്ദര്യം അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ എന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അവരിലുണ്ടാകുന്ന ആത്മവിശ്വാസമാണ്, ഞാൻ സുന്ദരനാണ്, ഞാൻ ജനങ്ങളാൽ അംഗീകരിക്കപ്പെട്ടവനാണ് എന്നുള്ള ഒരു ചിന്ത മതി അവരുടെ മുഖം വരെ മാറാൻ. അപ്പോൾ നമുക്ക് ഇല്ലാത്തതും ഉണ്ടാക്കാം, നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിന് പറ്റിയിട്ടല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഉള്ളതിനെ ആദ്യം അംഗീകരിക്കാൻ വേണ്ടത്. ഞാൻ എനിക്കുള്ള നന്മകൾ എന്തൊക്കെയെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനെ അങ്ങ് അംഗീകരിക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം അംഗീകരിക്കുക എന്നുള്ളതാണ്. ഈ അവസ്ഥ എനിക്ക് പറഞ്ഞിട്ടുള്ളതാണ്, ഇതെൻ്റെ ജന്മ സ്വഭാവമാണ്, എനിക്കല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കിട്ടിയിട്ടുള്ളതാണ്, ഇതാണ്, ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ലോകത്തിലേക്ക് വിട്ടിട്ടുള്ളത് പോലും. ഇങ്ങനൊരു പ്രശ്നം തരികയും അത് പരിഹരിക്കാനും വേണ്ടിയിട്ടാണ് എന്നെ ലോകത്തേക്ക് വിട്ടിട്ടുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ചിന്തിക്കുന്നില്ല, ഇതിനെങ്ങനെ പരിഹരിക്കാം, ആദ്യം അങ്ങോട്ട് 100% അംഗീകരിക്കാം. ഇതെന്താ രസം എന്നറിയാം, ഒരു പ്രശ്നം അസുഖമായാലും നമ്മളങ്ങനെ കുത്താൻ വേണ്ടി ഇങ്ങനെ വരിക, കുത്താൻ വേണ്ടി വരുന്ന സമയത്ത് നല്ല മൂർച്ച ഉണ്ടാവും അത്. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുത്തുന്ന സമയത്ത് എന്നാൽ കുത്തിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്താൻ വരുന്ന ആളാകെ കൺഫ്യൂസ്ഡ് ആവും. ശരിക്കും പറഞ്ഞാൽ മോനയുടെ മൂർച്ച അങ്ങോട്ട് പോകും. പിന്നെ ആ സാധനം നമ്മൾ ഉപദ്രവിക്കാൻ കഴിയില്ല. നമ്മൾ എപ്പോഴാണ് ഉപദ്രവിക്കുന്നത് വെച്ചാൽ അയ്യോ 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 എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഈ സംഭവത്തിന് നമ്മൾ ഉപദ്രവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ 100% അവിടെ ഉറപ്പിക്കുക, ദിസ് ഈസ് ഓക്കെ ഫൈൻ. ലോകത്ത് നാനാവിധ പ്രശ്നങ്ങളുണ്ട് മനുഷ്യന്മാർക്ക്, എല്ലാവർക്കും ഉണ്ട്, നോബഡി, പലർക്കും പല രൂപത്തിലാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ആ പ്രശ്നങ്ങൾ അംഗീകരിക്കുക അല്ലാണ്ട് മനുഷ്യന് വഴിയില്ല. ഇപ്പം മനുഷ്യൻ എന്തുകൊണ്ട് ജനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിപ്പിച്ചതല്ലല്ലോ, അല്ലേ, വന്ന് വിട്ടതല്ലേ, ഇവിടെ ഈ ലോകത്ത് എത്തിയതല്ലേ, അല്ലേ, എപ്പോഴാണ് മരിക്കാമെന്ന് വെച്ചാൽ അതും അറിയില്ല, അതും സംഭവിക്കുന്ന കാര്യമാണ്. ഇവന് ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ അതും നമ്മുടെ കയ്യിലൊന്നുമല്ല, കുറേയൊക്കെ വിധിയാണ്. വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മഗുണം എന്ന് പറഞ്ഞില്ലേ, 60% ജനറ്റിക്സ് നമ്മൾ തീരുമാനിക്കുന്നതാണോ, അല്ല സാഹചര്യം നമ്മൾ തീരുമാനിക്കുന്നത്, അതൊക്കെ വിധി തന്നെ. അപ്പോൾ നമ്മൾ അതിനെ അങ്ങ് അംഗീകരിക്കുക. എന്നിട്ട് ഉള്ള നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ചിന്തിക്കാം. അപ്പോൾ തന്നെ ഉണ്ടല്ലോ അംഗീകരിക്കുന്നതോട് കൂടി നമ്മൾ ഒരുപാട് റിലീവ്ഡ് ആവും, ടെൻഷനും പ്രഷറൊക്കെ അങ്ങ് പോവും. എന്നിട്ട് എന്ത് തന്നെ സംഭവിച്ചിട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ഞാൻ ചിന്തിക്കുന്നത് ഇതിനെങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ചിന്ത മാറ്റാം. ഓക്കെ. പിന്നെ നമ്മൾ ക്ഷമിക്കുക. നമുക്കിപ്പോൾ ഈ പറഞ്ഞ അവസ്ഥ വന്നതിൻ്റെ ഒരു കാരണം ചൊരിഞ്ഞ് അന്വേഷിക്കാണ്ട് നമ്മൾ ക്ഷമിക്കുക. ആരെങ്കിലും നമ്മൾ ഇക്കാരണത്താൽ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കുക. ഈ കാരണത്താൽ നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ കാരണത്താൽ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ വല്ലാതെ നമുക്ക് താങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ മെഡിസിൻ്റെ സഹായം വേണ്ടി ഡോക്ടറെ അടുത്ത് പോകണം, സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകണം, മെഡിസിൻ കഴിക്കണം. മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ കൊണ്ട് മാത്രം ഇത് മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ഞാൻ അങ്ങനെ മെഡിസിൻ കൊണ്ട് മാത്രം മാറിയവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. മാറിയവർ മെഡിസിൻ നമ്മുടെ ഈ പറഞ്ഞ നോർമൽ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കും. അത് ചിലപ്പോൾ 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ മെഡിസിൻ കഴിച്ചിട്ടുണ്ട്, ചിലർ ജീവിതകാലം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരിക്കൽ ഡോക്ടറോട് ഇതേക്കുറിച്ച് ചോദിച്ചു, ഈ മെഡിസിൻ ഇങ്ങനെ തുടർച്ചയായി കഴിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? അപ്പം ഡോക്ടർ എന്നോട് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു, ഈ മെഡിസിൻ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കഴിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് നമുക്ക് പിടി കിട്ടാതെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കും. ആരോഗ്യത്തെ ബാധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം, നമ്മുടെ ആയുസ്സിനെ വരെ അത് ബാധിക്കും. ആരോഗ്യമൊക്കെ പോയി അല്ലേ. അപ്പോൾ നമുക്ക് സ്വതസിദ്ധമായ മനസ്സ്, സന്തോഷപ്രദമായ മനസ്സ് നമുക്ക് ആരോഗ്യത്തിന് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ മെഡിസിൻ കഴിക്കേണ്ട സമയത്ത് ഈ മെഡിസിൻ കൊണ്ട് വളരെ അതൊന്നും ശരീരത്തിന് കണ്ടെടുത്തോളം ഒരുപാട് പേര് വർഷങ്ങളായിട്ട് കഴിക്കുന്നവരുണ്ട്, അവർക്കൊന്നും ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ട് കാണുന്നില്ല. പക്ഷേ നമുക്ക് ഈ കെമിക്കലിന് രക്ഷപ്പെട്ടേ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.
ഇത് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മക്കൾ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു തലമുറ മൊത്തം ഈ കെമിക്കൽ അടിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ, നമ്മുടെ നൂറുകണക്കിന് ആളുകൾ ഈ മെഡിസിൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അറിവിൽ, നേരിട്ട് അറിവാണ്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത് പറ്റും എന്നുള്ള പരിപൂർണമായ അടിയുറച്ച വിശ്വാസം അംഗീകരിക്കുക. ഇത് പരിപൂർണമായി മാറും. മനുഷ്യൻ്റെ നൈസർഗികമായ അവസ്ഥ എന്നാൽ ആരോഗ്യകരമായ അവസ്ഥ തന്നെയാണ്, സന്തോഷപ്രദമായ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇതെനിക്ക് നേടാൻ പറ്റും എന്നുള്ളത് അടിയുറച്ച് വിശ്വസിക്കാം. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ 100% ഉറപ്പാണ് ഇത് മാറുന്നുള്ളൂ. വിശ്വസിച്ച് കഴിഞ്ഞാൽ മാറും. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര്. അവരെ വിശ്വാസം, ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോ എന്നല്ല അവർ സഹായിക്കുന്നത്, അവരുടെ വിശ്വാസമാണ്. അവർ അങ്ങനെ വിശ്വസിച്ച് എനിക്കത് മാറുമെന്ന് വിശ്വസിക്കുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള അറിവുകൾ, അത് പ്രപഞ്ചശക്തി അവർക്ക് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും, ആ വിശ്വസിക്കുന്ന ആളുകൾക്ക്. അല്ലാതെ ഇതൊന്നും ശരിയാവില്ല, ഇത് ഇങ്ങനെ തന്നെയാണ്, കാലകാലം ഞാൻ ഇങ്ങനെ തന്നെ നീങ്ങേണ്ട വ്യക്തിയാണ് എന്നൊക്കെ അങ്ങനെ തീരുമാനിക്കുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ അറിവുകളും കിട്ടില്ല. അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടവിൻ തുറക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ പോലെ അന്വേഷിക്കുന്ന ആൾ ഈ പ്രശ്നം പരിഹരിക്കുക തന്നെ ചെയ്യും. ഓക്കെ. പിന്നെ ഈ അസുഖമുള്ള ആളുകൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും, പിന്നെ ഭയങ്കരമായ ദേഷ്യമുണ്ടാവും, പിന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ വ്യായാമം ഇതിന് നല്ലൊരു കാര്യം. വ്യായാമം എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച മനുഷ്യനെ എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത ആൾ വ്യായാമം ചെയ്യാന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നടക്കുകയും ചെയ്യാം. പിന്നെ വീട്ടിലൊരു പിന്നെ ട്രെഡ്മില്ലിൽ ചിലപ്പോൾ ഇങ്ങനെ നടക്കാൻ നമുക്ക് പേടിയൊക്കെ ഉണ്ടാവും. ട്രെഡ്മില്ലിൽ ചിലപ്പോൾ വീഴുമോ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. അപ്പോൾ ഓർബിറ്റ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ വേറെ സാധനമുണ്ട്. ഒരു ഓർബിറ്റ് ട്രാക്ക് ഇപ്പോൾ ഒരു ടി വിൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ, ടി വിയിൽ ചിലപ്പോൾ സിനിമ കാണുന്ന സമയത്ത് പോലും നമുക്കിതിങ്ങനെ എക്സസൈസ് ചെയ്യാം. നമ്മൾ ബോഡിക്ക്, ഞാനത് ചെയ്യാറുണ്ട്. അല്ല, സിനിമ ചിലപ്പോൾ ടി വി കാണുന്നുണ്ട്, പക്ഷേ ഓർബിറ്റ് ട്രാക്കിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളറിയാതെ കുറേ വ്യായാമം നമുക്ക് കിട്ടും. അപ്പോൾ വ്യായാമം ചെയ്യാം. പിന്നെ പ്രധാനമായിട്ട് ഈ ഒരു അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രധാന കാരണം നമ്മളിലുള്ള നെഗറ്റീവ് എനർജിയാണ്. അതിനെ പോസിറ്റീവ് എനർജി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് എനർജി കൊടുക്കരുത്. നെഗറ്റീവ് എനർജി കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കരുത്. നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ആർക്കും ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ എന്തെങ്കിലും സംഗതി, ഒരു പുസ്തകം വായിക്കാൻ വേണ്ടി എടുത്തു, അപ്പോൾ ദുഃഖമോ വേദനയോ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ വയലൻസോ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് എനർജി ജനറേറ്റ് ആക്കുന്ന പുസ്തകമാണെങ്കിൽ അടുക്കരുത്. സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കിൽ കാണുന്ന പോസ്റ്റിങ് ഈ രീതിയിലാണെങ്കിൽ അടുക്കരുത്. ന്യൂസ് പേപ്പർ വായിക്കരുത്. അങ്ങനെ 80% അതിലൊരു നെഗറ്റീവ് ന്യൂസാണ്. ഓക്കെ. അങ്ങനെ ഉറപ്പിക്കുക. എന്ത്, നമുക്ക് ചിന്ത ചെയ്താലും നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷേ നമ്മൾ അടുക്കുന്ന കാര്യങ്ങൾ, ഉദാഹരണം പറയാം, നമ്മൾ ഇടപഴകുന്ന ആളുകൾ പോലും പോസിറ്റീവായിട്ടുള്ള ആളുകളാണെന്ന് മാക്സിമം ഉറപ്പ് വരുത്തുക. എല്ലാ അർത്ഥത്തിലും നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന മെസ്സേജുകൾ, നമ്മളുടെ പാതി മയക്കത്തിൽ നിന്നിട്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാതി മയക്കത്തിൽ നിന്ന് ഇങ്ങനെ കേൾക്കുക കിടന്നുറങ്ങുന്ന സമയത്ത്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ ഘടകം ജനറ്റിക്സ് എന്ന് പറഞ്ഞു, വേറൊരു ഘടകം സാഹചര്യങ്ങളാണ്. സാഹചര്യം എന്നാൽ തുടർച്ചയായി നമുക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജാണ് നമ്മളൊക്കെ ഈ ഒരു ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പാമ്പ് ഭീകരജീവിയാണ് അല്ലേ, നമുക്ക് ഭയമുള്ള ജീവിയാണ്. പക്ഷേ എല്ലാവർക്കും പാമ്പ് ഭീകരജീവിയാണോ? അല്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വാവ സുരേഷിൻ്റെ മക്കൾക്ക് പാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടോയാണ് അല്ലേ, അവർക്ക് കളിപ്പാവാൻ. അപ്പോൾ വാവ സുരേഷ് പറഞ്ഞു കൊടുത്തത് ഈ പാമ്പ് ഭീകരജീവിയല്ല എന്നുള്ളതുകൊണ്ട് അവരെ മക്കളത് വിശ്വസിച്ചു അല്ലേ. അതുപോലെ നമ്മളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളോ നമുക്ക് പറഞ്ഞു തന്നത് പാമ്പ് ഒരു ഭീകരജീവിയാണ്, പേടിക്കണം, ഇല്ലാണ്ട് മരണം വരെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പാമ്പ് നമുക്കൊരു ഭീകരജീവിയായി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു മാവ് കുഴച്ച പോലെ സംഭവം, എന്ത് ഷേപ്പ് വേണമെങ്കിലും നമുക്കതിനാക്കാം. നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകളാണ് ആ ഷേപ്പ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കുക, നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകൾ പോസിറ്റീവായിട്ടുള്ള, നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ദുഃഖമോ അല്ലെങ്കിൽ ദേഷ്യമോ വൈരാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ക്രൈം, കുറ്റകൃത്യങ്ങളിലൂടെ അടുപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അത് പ്രശ്നമാണ്. ഇങ്ങനത്തെ മെസ്സേജ് നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്ന മുഴുവൻ പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല അറിവുകൾ, പിന്നെ സ്പിരിച്വലായിട്ട് മെഡിറ്റേഷൻ, ധ്യാനത്തിലിരിക്കാം, പ്രാർത്ഥനകൾ, ഇതൊക്കെ മനുഷ്യനെ ശാന്തമാക്കുന്ന കാര്യമാണ്. പ്രാർത്ഥനകൾ, ഇതുപോലെ നമ്മൾ പോസിറ്റീവ് എനർജി, നല്ല നല്ല നോളജ് നൽകുന്ന പോസിറ്റീവ് തന്നെ വീഡിയോകൾ, ഓഡിയോകൾ, പുസ്തകങ്ങൾ, സുഹൃത്തുക്കൾ, എല്ലാ അർത്ഥത്തിലും നമ്മൾ പരമാവധി അറ്റ്ലീസ്റ്റ് ഫോർ ഒരു 90 ഡേയ്സിന് എണ്ണി വെക്കുക. 90 ഡേയ്സിന് ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രമേ. കാരണം നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും നെഗറ്റിവിറ്റി, നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നടന്നാൽ പോലും അടക്കം നെഗറ്റിവിറ്റിയാണ്. നമുക്ക് നെഗറ്റിവിറ്റി ഒഴിവാക്കുന്ന പാടേ പറ്റില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് 21 ഡേയ്സ് എന്നാണ് പറയാം മിനിമം.
90 ഡേയ്സ് മാക്സിമം 90 ഡേയ്സ് ഉറപ്പ് വരുത്തുക. ഞാൻ പോസിറ്റീവായ ആളുകളോടും പോസിറ്റീവായ കാര്യങ്ങളോടും മാത്രമേ അടുക്കുന്നുള്ളൂ. ഒരു സിനിമ പോലും എന്തെങ്കിലും ദുഃഖമുണ്ട്, എന്തെങ്കിലും വയലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണരുത്. ന്യൂസ് പേപ്പർ ഞാൻ പറയാം, വായിക്കരുത്. ഫേസ്ബുക്കിൽ എന്തെങ്കിലും വിഷമമുള്ളതാണെന്നുണ്ടെങ്കിൽ കാണരുത്. അറിയാതെ കണ്ണിൽ മുന്നിൽ വെട്ട് കഴിഞ്ഞാൽ തന്നെ വേഗം കണ്ണിന് മുന്നിൽ നിന്ന് ഒഴിവാക്കാം. അങ്ങനെ ഉറപ്പ് വരുത്താൻ 90 ഡേയ്സ്. എന്നിട്ട് 90 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ്. ഞാൻ ഹാപ്പിയാണ്, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എൻ്റെ ശരീരം ഇപ്പോൾ എനിക്ക് നന്നായി എന്നോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ അസുഖത്തിൽ നിന്നൊക്കെ പരിപൂർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിതാ ഈ 90 ഡേയ്സ് ആവുന്നതോടുകൂടി എൻ്റെ അസുഖം പരിപൂർണമായി മാറും എന്നുള്ള ഉറച്ച വിശ്വാസങ്ങളും പോസിറ്റീവായുള്ള മെസ്സേജുകളും അടിക്കടി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം മാറും. ഒന്നേ മണിലെ അടിയുറച്ച വിശ്വാസം മാറും എന്നുള്ളത്. 2 അംഗീകാരം. എന്തൊക്കെയുണ്ടോ അതിനെ നഖശിഖാന്തം എതിർക്കല്ല ചെയ്യുന്നത്. എല്ലാ നഖശിഖാന്തം അംഗീകരിക്കാം. നമ്മളെ വേദനിപ്പിക്കുന്ന, അസ്വസ്ഥമാക്കുന്ന, പ്രയാസകരമാക്കുന്ന ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളെന്നോട് ചോദിക്കും, നിങ്ങൾക്കത് പറഞ്ഞാൽ മതി, ഇത് അനുഭവിക്കുന്നവർക്കറിയുന്ന വേദന. ഓക്കെ, എന്നാൽ നിങ്ങൾ അനുഭവിച്ചോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേറെ ചോയ്സ് ഇല്ല. അനുഭവിക്കാൻ വരുന്നത് വഴി തങ്ങില്ല എന്ന് പറഞ്ഞ പോലെ അനുഭവിക്കേണ്ടത് അനുഭവിച്ചേ തീരും. സംഭവം യുഗേ എന്ന് പറഞ്ഞാൽ നടക്കേണ്ടത് നടക്കുന്നു പോയിക്കൊണ്ടിരിക്കും. നമ്മളതിനെ പ്രതികരിച്ചിട്ട് കാര്യമില്ല. അംഗീകരിക്കുന്നതോട് കൂടിയിട്ട് പിന്നെ അതിന് നമ്മൾ ഉപദ്രവിക്കാനുള്ള ശേഷി അങ്ങ് പോകും. അംഗീകരിക്കുക, 100% അംഗീകരിക്കുക. ദിസ് ഈസ് ഫൈൻ. തലവേദന ഉണ്ടെങ്കിൽ തലവേദന ഇസ് ഓക്കെ. തലവേദന മനുഷ്യനെ പറഞ്ഞിട്ടുള്ള, എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മനുഷ്യനെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ അസുഖം പരിപൂർണമായി മാറിയ ആളുകളല്ല ഈ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ. അവരതിനെ മാനേജ് ചെയ്യാൻ പഠിച്ചവരാണ്. പ്രയാസം പ്രശ്നമൊക്കെ അവർക്കുണ്ട്, പക്ഷേ അവരത് ഉപദ്രവിക്കാനുള്ള അതിനുള്ള ശേഷി അതിനില്ല എന്നുള്ളതാണ്. അവരിങ്ങനെ വൈ എന്തുകൊണ്ട് എന്നുള്ളതിന് പകരം അവർ ചിന്തിക്കുന്നത് ഹൗ, എങ്ങനെ ഇതിനെ പരിഹരിക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞത് കഴിഞ്ഞു. പിന്നെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഭാവി നമുക്കറിയില്ല. ഇപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഓൺലി തിങ്ക് അബൌട്ട് നൗ. നാളത്തെ കാര്യം വരുന്ന വഴിക്ക് കാണാം എന്നുള്ളൊരു മനോഭാവം. എല്ലാ കാര്യങ്ങളോടും അറ്റാച്ച്മെൻറ്റ് ഓവറാവരുത്. ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ്. ഇപ്പോൾ ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും വീടായാലും സമ്പത്തായാലും ജോലിയായാലും ഇതൊക്കെ താൽക്കാലികമായ സംവിധാനങ്ങളാണ്. നമ്മൾ ഈ ലോകത്ത് വന്ന് നമ്മളങ്ങോട്ട് പോകും അല്ലേ? ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോകും. അത് നമ്മൾ ഇരിക്കെ തന്നെ ചിലപ്പോൾ ഇതിലൊക്കെ ചിലത് നമുക്ക് നഷ്ടപ്പെട്ടതിരിക്കും. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു ദിവസം ഇത് 100% നമുക്ക് നഷ്ടപ്പെടാനുള്ളതാണ്. അപ്പം നമ്മൾ ഉറപ്പിക്കുക, ആ ഒരു ബന്ധം അത്ര മതി. എല്ലാവരോടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ബന്ധം മതി. അഡ്ജസ്റ്റ്മെൻറ്റ് ബന്ധം എന്ന് പറഞ്ഞാൽ ഈ ഭാര്യ നമ്മൾ അഗമ്യമായി സ്നേഹിച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് തിരിച്ചു കിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യ അകാരണമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാത്ത വിഷയം മാറും. ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് അങ്ങോട്ട് ഓവറായിട്ട് ഇൻവോൾവ് ആയിട്ട് അങ്ങോട്ട് ഈ ജോലിയാണ് എൻ്റെ ജീവിതം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ജീവിതം തന്നെ നമ്മുടെ അല്ല. പിന്നെന്തിനാണ് ഈ ജോലി അല്ലേ? ഈ ലോകത്തുള്ള ഒന്നും നമ്മുടെ അല്ല. നമ്മൾ ഈ പറഞ്ഞ ലോകത്ത് ഇങ്ങനെ ജീവിതം അനുഭവിക്കാൻ വേണ്ടി വന്ന ആളുകൾ ഒക്കെ കണ്ണ് അനുഭവിക്കുക എന്നല്ലാണ്ട് നമ്മളതിന് ഓവറായിട്ട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ അല്ലേ, സ്നേഹം ദുഃഖമാണ് ഉണ്ണി എന്ന് പറഞ്ഞ പോലെ വല്ലാണ്ട് സ്നേഹിച്ച് കഴിഞ്ഞാൽ അത് ദുഃഖമേ നമുക്ക് നൽകുള്ളൂ. എല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അടുപ്പം അത്ര മതി, സ്വന്തം മക്കളാണെങ്കിൽ പോലും. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 1, അംഗീകരിക്കുക. 100% അംഗീകരിക്കുക. ഇറ്റ്സ് ഫൈൻ. ഞാൻ എല്ലാ അർത്ഥത്തിലും ഞാനതിനെ അംഗീകരിക്കുന്നു. പിന്നെ വൈ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത് എന്നുള്ളത് ചിന്തിക്കാതിരിക്കുക. പക്ഷേ ഹൗ, ഇതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. ക്ഷമിക്കുക. ഓക്കെ, വ്യായാമം ചെയ്യുക. നമ്മൾ മനസ്സിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും പോസിറ്റീവാണെന്നുള്ളത് ഉറപ്പ് വരുത്താം. പ്രത്യേകിച്ച് രാത്രി കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ നല്ലത് മാത്രം കേട്ടുകൊണ്ട് ശാന്തമായിട്ട് കിടന്നുറങ്ങണം. ഇനി ഉറക്കം കിട്ടിയില്ലെങ്കിൽ തന്നെ അതും പറയാം, ഫൈൻ, ഉറക്കം വരുന്നില്ലെങ്കിൽ വേണ്ട, എന്താ ചെയ്യുക? അതിനെങ്ങനെ അയ്യോ ഉറക്കം കിട്ടിയില്ലല്ലോ, എന്താ ചെയ്യുക? നാളെ ഞാൻ തളരുമല്ലോ, ഞാൻ നാളെ പ്രശ്നത്തിലാവുമല്ലോ, നാളെ എൻ്റെ ജോലിനെ ബാധിക്കുമല്ലോ. ഇങ്ങനെയൊന്നും ചിന്തിച്ചത് കൊണ്ട് ഉറക്കം വരാൻ പോകുന്നില്ല. അതുകൊണ്ട് അതുപോലും നാളെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യും. ക്ഷീണിച്ചിട്ട് ഞാൻ ചെയ്യും. അതും അംഗീകരിക്കുക. ഉറക്കമില്ലായ്മയും അംഗീകരിക്കുക. എന്നിട്ട് പ്രയാസങ്ങൾ നമ്മളുടെ പരിധിക്കപ്പുറത്താണെങ്കിൽ ഡോക്ടറുടെ സഹായം നേടി മെഡിസിൻ കഴിക്കുക. അത് എത്ര കാലമാണെങ്കിലും ശരി. പിന്നെ മെഡിസിൻ കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ്, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സിൽ നിന്ന് മാവ് കുഴച്ച പോലെയാണ്. ഇപ്പോൾ വാവ സുരേഷിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നു. അതുപോലെ എന്ത് പറഞ്ഞു കൊടുക്കുന്നു തുടർച്ചയായി പറഞ്ഞു കൊടുക്കണം എന്നുള്ള കുറച്ച് കാലം എടുക്കും മാറാൻ.
തുടർച്ചയായി ചുരുങ്ങിയത് 90 ഡേയ്സെങ്കിലും നമ്മൾ പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകൾ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താം. ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ദുഃഖത്തിനോട് അടുക്കാനുള്ള ഒരു വാജ്ഞ അവർക്ക് കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു ഫേസ്ബുക്കിൽ അവരുടെ പിക്ചർ ഇടുകയാണെങ്കിൽ ഒരു ദുഃഖത്തിൻ്റെ പിക്ചർ, പാട്ട് പാടുകയാണെങ്കിൽ ദുഃഖത്തിൻ്റെ പാട്ട്, മൊത്തത്തിൽ ദുഃഖമയമായിരിക്കും. ഇങ്ങനെ ദുഃഖത്തിനോട് അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി നമ്മളിൽ കൂടുതൽ ബിൽഡപ്പ് ആവും. അപ്പോൾ നമുക്ക് ചിന്തിക്കണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞുകൊള്ളുന്നില്ല, പക്ഷേ അടുക്കാണ്ടിരിക്കാമല്ലോ. ഈ കൊടുക്കുന്ന കാര്യങ്ങൾ, നമ്മൾ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ളത് മാത്രമാണെന്നല്ല. അറ്റ്ലീസ്റ്റ് പറഞ്ഞ 90 ഡേയ്സ് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് 90 ഡേയ്സ് ഞാൻ അടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 90 ഡേയ്സ് പോസിറ്റീവ് മാത്രം കൊടുത്തങ്ങ് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് മാറും. ഓക്കെ. പിന്നെ ഇത് വിജയിച്ചു എന്ന് പറയുന്ന ആൾക്കാർ പരിപൂർണമായി മാറി എന്നുള്ളതല്ല. അങ്ങനെ ഒരു മനുഷ്യന് ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. ആരാണ് വിജയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിച്ച ആളുകളാണ്. അതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അല്ലാതെ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ പ്രശ്നം പ്രയാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ അംഗീകരിച്ചുകൊണ്ട് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് വിജയിക്കുന്നത്. ആ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുക. എന്നിട്ട് ഇറ്റ്സ് ഫൈൻ, എന്താണോ ഇപ്പോൾ ഉള്ളത് അത് ഓക്കെ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാം സമാധാനം പറഞ്ഞായി മുന്നോട്ട് നീങ്ങും. ഓക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് താങ്ക് യു വെരി മച്ച്.